പിന്നെ പിന്നെ നിങ്ങൾ ഈ കുറുക്കൻ കുശിട്ട മോന്തയും വെച്ച് നിങ്ങൾ കുറുക്കൻ കുശിട്ട മോന്തം വെച്ചിട്ട് ഈ ഒരു വളി വിട്ടതാവും ചോദിക്കുമ്പോൾ ആരെയും ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാം, തിരിച്ചൊന്നും പറയാനില്ല. പിന്നെ എന്തിനു ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ വരണം? എന്തിനാണ് ഹിന്ദു മുസ്ലിംസ് റോം കാത്തലിക്സിനെ ബോധിപ്പിക്കാൻ വരണം? ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ഇവിടെ കാശൊന്നും മേടിക്കണല്ലേ, വർത്താനം പറയാൻ കാശ് മേടിക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കി അതൊന്നും പറയിപ്പിച്ച് പറയണ പോലെ അല്ല അത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ പറയാനുള്ളത് ശിഖണ്ഡികളെ ആരാധിക്കണവരാണ് പെണ്ണുങ്ങൾ പെണ്ണന്മാർ ഇത് പറയുമോ, മന്ദന്മാർ ഇത് പറയുമോ? ഇല്ല, അവർക്കിത് പറയേണ്ട കാര്യമില്ല. അവർ കുടിച്ചിട്ട് നടക്കും. അപ്പോൾ പിന്നെ പറയാനുള്ളത് പിന്നെ ഞാൻ ഹിന്ദുവോ മുസ്ലിമോ റോമൻ കാത്തലിക് അല്ല. ഹിന്ദുസ് എന്ന് പറയുന്നതാണ് ഹിന്ദി അല്ലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇവിടെ പറയണതിന് എനിക്ക് ഞങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സ്വന്തം കാര്യം നോക്കി നടക്കാൻ എനിക്ക് അറിയുകയും ചെയ്യാം. അതാണ് വെച്ചാൽ മില്യൺസ് ഓഫ് ലാക്സ് കാശിക്ക് വേണമെന്നില്ല. അപ്പം ചെയ്ത് 32 lakhs 40,000 എൻ്റെ കയ്യിൽ വെച്ച് സ്വരൂപിച്ച് വ്യക്തിയായും പാലിച്ച് ജീവിക്കാനും ഫ്രൂഗൽ ലിവിങ് എനിക്ക് അറിയാം. അതിനു വേണ്ടി സാധാ രീതിയിൽ വലിയ വൃത്തികെട്ട ജോലി ആവശ്യമാണ്, ഫ്രോഡ് ജോലി ചെയ്ത് നടക്കുന്നതല്ല. പരീക്ഷ എഴുതിയിട്ട് അത് മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ, വെയർ ഹൗസിലത്തെ ജോലിയാണെങ്കിലും അങ്ങനത്തെ ഹൗസ് കീപ്പിംഗ് ആണെങ്കിലും സാധാ രീതിയിൽ പോയി സാധാരണ ഉടനീളം ജോലി ചെയ്ത് അതിനനുസരിച്ചുള്ള തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, ആ രീതിയിൽ പോവുക. അപ്പോൾ ഇനിയും പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആരെയാന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ അതാണ് ഹിന്ദുസ് എന്ന് പറയാനാണ് ഹിന്ദി എന്ന് പറയുന്നത്. മുസ്ലിമും റോമൻ കാത്തലിക്കും. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് അല്ലാത്തത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അതിനുള്ളതാണ് പറയാനുള്ളത്. അതാണ് പിന്നെ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കാം, ഞാൻ പുറത്തിറങ്ങി ആരെയാ എൻ്റെ അടുക്കള പിന്നെ ഒന്നുമില്ല അങ്ങനെ പറയുള്ളൂ, അല്ലാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കണല്ലോ. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ വന്നുള്ളൂ. ആരെയാന്ന് ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല. ഞാൻ അവിടെ ആരെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ച് ഞാൻ ഇന്നലെ ഇവിടെ വന്നുള്ളൂ അല്ലേ? 3 വർഷം മുമ്പ് 2.5 വർഷം മുമ്പ് വന്നു എന്നുള്ള പ്രൂഫൊന്നും ഇല്ലല്ലോ അല്ല. അപ്പോൾ ഈ ആഴ്ച ഉടനീളം നിങ്ങൾ പുലർച്ചെ കേൾക്കേണ്ടി വരും, ഞെട്ടി എഴുന്നേൽക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ വന്നോളൂ. അപ്പോൾ എനിക്കറിയില്ല, ഗാഡ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ആരും എന്തൊക്കെയോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് അറിയാനായിട്ട് ആകാംക്ഷയുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ആരെ നിങ്ങൾ ഗാഡ് എന്ന് വിളിക്കണം, നിങ്ങൾക്കറിയുമെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാം ചോദിച്ചു. 24 വയസ്സുള്ള 4 ആൺപിള്ളേർ വന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ മോളി ഞാൻ 18ാമത്തെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ 23ാമത്തെ ഫ്ലോറിലൊരു ഹാരി ഉണ്ട്. അപ്പോൾ എൻ്റെ പേര് ഹാരി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതല്ല, വേറൊരു ഹാരി ഉണ്ട്, ദൈവ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ മുഖം കണ്ടാൽ തിരിച്ചറിയോ? അപ്പോൾ മുഖം കണ്ടാൽ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ച് പറയണമെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറയണമെന്ന് അവർക്ക് അറിയില്ല, മുഖം കണ്ടാൽ തിരിച്ചറിയോ? മലയാളിയാണെങ്കിൽ മുഖത്ത് സംസാരിച്ചോടെ? ഇല്ല, അത് പറ്റില്ല. അത് എനിക്ക് കാണുന്ന ദൈവത്തെ കാണണം, നമുക്ക് പോയി സംസാരിച്ച് വരാം. എനിക്ക് അധികം കൊതിയുണ്ട് ദൈവത്തെ അങ്ങനെ കാട് എന്ന് പറയുന്നത് കാണാൻ. ആരെയാന്ന് പറയാൻ പറ്റുമോ? അങ്ങ് പോയി സംസാരിച്ച് വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, മുഖം കണ്ടാൽ തിരിച്ചറിയില്ല, ദൈവം എന്ന് പറയുന്നുണ്ട്, ആരെക്കുറിച്ച് പറയണേ നിങ്ങൾക്ക് തന്നെ അറിയില്ല. അത് വെച്ച് ഞാൻ ഇന്നലെ വന്നുള്ളൂ, ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്നുള്ളൂ, 3 വർഷം മുമ്പ് വന്നെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രൂഫൊന്നും ഇല്ലേ? ഒളി നോക്കൽ കൂടിയിട്ടാണ് അത് പ്രശ്നം. അപ്പോൾ ഒളി നോക്കി പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നാൽ വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാം, അത് പിന്നെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കൊതിയായിട്ട് പാടില്ല, ആരും നിങ്ങൾ പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആര് പറയണേ? സ്വന്തമായിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ അറിയില്ല. BJP കൊണ്ട് ജാഥ പോലെ സംസാരിക്കാൻ അവിടെ ഇവിടെ പറയാം, അടുത്തൊന്ന് നിന്ന് കഴിഞ്ഞാൽ വാതിലടച്ച് പോകും. അപ്പോൾ നിങ്ങളുടെ ഒരു പന്നികൾ കുറുക്കം കുശിട്ട മോന്തി വെച്ച് വളഞ്ഞ പോലെ ഇരിക്കില്ലേ, സംസാരം പെട്ടെന്ന് വരും. വളി പെട്ടെന്നാവും കൊണ്ട് BJP നടക്കണവർ. അപ്പോഴും നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് ഗാഡ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇന്ത്യൻ വലിയ വശമില്ല. ഇവിടെ ഈ ഹിന്ദി ഗുഡ്ക തൊപ്പി അവിടെയും പുറത്ത് തൊപ്പിയിട്ട് നടക്കും. അതുപോലെ മലയാളം വരെ സംസാരിക്കും, മലയാളത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്, മലയാളം പറയില്ല, അതുകൂടി ബോധമില്ല. അപ്പോൾ ഗാഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, വിദ്യാഭ്യാസമില്ലാത്തൊരു ഗാഡ് എന്ന് പറയും. ശരിയാ, ഡ്യൂഡ്, മേറ്റ്, ബ്രൂ, മേറ്റ്, ഫ്രണ്ട്, ലവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫോർച്യൂൺ ഓർ ലക്ക് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ പറയും, സെക്യൂരിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മുഖത്തേക്ക് സംസാരിച്ചോടെ, അത് ശരി സാധാരണ കാര്യങ്ങളല്ലേ. അപ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കാണാൻ ആഗ്രഹം പോകണില്ല. അവർക്ക് മുഖം കണ്ട തിരിച്ചറിയില്ല. കുറച്ച് ശിഖണ്ഡികൾ തലയ്ക്ക് സുഖമില്ലാത്തവർ ശിഖണ്ഡികളെ ആരാധിക്കുന്നവർ പലതും പറയും. അത് കേട്ടിരുന്നിട്ട് തലയ്ക്ക് സുഖമില്ലാത്തവർ പറഞ്ഞിട്ട് കാര്യമുണ്ട്. മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല, മുഖം കണ്ട തിരിച്ചറിയില്ല. പിന്നെ പോയി മലയാളിയാണ്, പക്ഷെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. മലയാളി പാരൻസ് ഉണ്ടായത് അതെ, പക്ഷെ അതൊക്കെ പണ്ട് തൊട്ട്, പക്ഷെ അങ്ങനെ നമുക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് കൊതിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോയി സംസാരിക്കാനും ഇല്ല.
അപ്പം നിങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ എന്താ പറയാൻ, നിങ്ങൾക്ക് ആരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ അറിയാം, നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല. മുഖത്ത് നോക്കി അവർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ മുമ്പ് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടില്ലേ ചോദിച്ചാൽ അതിനെക്കുറിച്ച് ആരെക്കുറിച്ച് പറയണേ, ആരെയാ എന്തെന്ന് പറഞ്ഞാലും ഐ കോൺടാക്ട് ഉണ്ടായാലും ഐ കോൺടാക്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയണ്ടേ, അതില്ല. ഈ വളിവിട്ട മാവന്തയും കൊണ്ട് നടക്കാറിയാം. പന്നികൾ ഉറക്കം വശവിട്ട മാവന്തയും വെച്ചിരിക്കില്ലേ, വളഞ്ഞ് വളിവിട്ട നാവുകൊണ്ട്, അതറിയാം. അപ്പം എന്താ കാര്യം? അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ആരെയാന്ന് കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ മുമ്പിൽ തൊട്ട് അറിയുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വെഡി പ്രൂഫ് കൊണ്ടുവരാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ തുറന്നു പോകുന്നത് നിങ്ങൾ സെക്സ് ചെയ്യുന്നത് നോക്കിയിരിക്കലും നിങ്ങളുടെ മൊബൈൽ പാസ്വേഡ് നോക്കി ഞാൻ ഇരിക്കണമല്ലോ. എൻ്റെ മൊബൈലിലൂടെ നിങ്ങൾ എത്ര നാൾ പോയിട്ടുണ്ട്, അങ്ങനെയാണ് പ്രൂഫ് ഒക്കെ വേണം, നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിലും ഞാൻ ചോദിക്കാം, നിങ്ങൾ സെക്സ് ചെയ്യുന്നത് ഞാൻ നോക്കണില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മൊബൈൽ പ്രൊഫൈൽ പറഞ്ഞിട്ടില്ലേ, അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 27 വയസ്സിൽ മൊബൈൽ ലാപ്ടോപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു, മൊബൈൽ ലാപ്ടോപ്പ് എനിക്കെൻ്റെ ആവശ്യമില്ല, ഡിസ്കണക്ട് ചെയ്തോ 2 ദിവസമായിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ ആവശ്യമില്ല, എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പണ്ട് പഴയ മൊബൈലൊക്കെ പോയത് പുതിയ മൊബൈൽ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പോലീസിനോട് പറഞ്ഞ് ആരെ കണ്ടുപിടിച്ച് പഴയ മൊബൈൽ വീണ്ടെടുക്കായിരുന്നു. അവരെ ആരൊക്കെ കൊണ്ടുപോയി വെച്ചാൽ അറസ്റ്റ് ചെയ്തു. ഒളിഞ്ഞ് നോക്കണവരല്ല ചെയ്യണത്, ഒളിഞ്ഞ് നോക്കണവരെ കണ്ട് കളവ് നോക്കാൻ നടത്തുന്നത്. അപ്പോൾ ഒരു കാര്യം റെസ്പെക്റ്റോടെ കാണാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫ് ആരെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇന്നലെ വന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദൈവം കാർഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയില്ല. ആരെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. സ്വന്തം കാര്യം നിങ്ങൾക്ക് ആരും പറയിപ്പിക്കാണ്ട് ചെയ്യലോട് ആരും പറയിപ്പിക്കണ്ട ഇല്ല. അങ്ങനെ ഞാൻ പറയുന്ന രീതി എനിക്കും ഇല്ല. വീട്ടുകാരെ കുറിച്ചോ കൂട്ടുകാരെ കുറിച്ചോ ആരുമില്ല. മനുഷ്യനാണെങ്കിൽ നല്ല ധൈര്യമായിട്ട് ഇരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാം. മനുഷ്യൻ്റെ അർത്ഥവത്തുള്ള വാക്കുകൾ ഏഞ്ചൽസ് എന്നുള്ള രീതിയിലുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ എന്ന രീതിയിൽ ശിഖണ്ഡികളെന്ന് ആരാധിക്കാണ്ട് തീട്ട BJP എന്ന് പറഞ്ഞ് നടക്കാണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആയിക്കോട്ടെ, തീറ്റ BJP ആയിക്കോട്ടെ, ഇന്ത്യൻ ICP ആയിക്കോട്ടെ, എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ തീട്ട ICPയും തീട്ട BJPയും ഇന്ത്യൻ സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മനസ്സിലാക്കുക. അപ്പം എനിക്കങ്ങനെ ഒരു ദൈവത്തിനെ കുറിച്ച് കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് മലയാളിയായിട്ട് മുഖത്ത് സംസാരിക്കാൻ അറിയില്ല, മുഖം കണ്ട തിരിച്ചറിയില്ല, പിന്നെ നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തവർ പറഞ്ഞിട്ട് തലയ്ക്ക് സുഖം ഉണ്ടാവും. നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനുള്ള ചികിത്സ കിട്ടും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താ കാര്യം? ആരെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ? അത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് മുമ്പ് മുമ്പ് തൊട്ട് അറിയുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ എന്തൊരു പ്രൂഫ് അതിൽ പറയണത്? നിങ്ങളുടെ ഉള്ളിൽ നോക്കാനും ഞാൻ പോയിട്ടില്ല, നിങ്ങളുടെ തുറന്നു മുകളിൽ നോക്കിക്കാൻ, നിങ്ങൾ സെക്സ് ചെയ്യുന്നതും നിങ്ങളുടെ മൊബൈൽ പാസ്വേഡ് നോക്കാനും കളവും തിടത്താനും ഞാൻ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ചെയ്യണത് നിങ്ങളുടെ തെറ്റല്ലേ, നിങ്ങളുടെ നഷ്ടപരിഹാരം ഞാൻ ചോദിച്ച് വാങ്ങേണ്ടത് പോലീസിനെ വിളിച്ചിട്ട്. പക്ഷേ നിങ്ങൾ വീട്ടിൽ പ്രൂഫ് കൊണ്ട് വന്നാൽ മാത്രം. പക്ഷേ നിങ്ങൾ അതിനുള്ളതൊക്കെ കാണിക്കണില്ല. എനിക്ക് നഷ്ടപരിഹാരം വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ ഉള്ള രീതി മനസ്സിലാക്കണ രീതി സംസാരിക്കുമ്പോൾ ഇത് ഉടനീളം കേൾക്കേണ്ടി വരും. ആഴ്ചയിൽ എനിക്കൊന്നും കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് വരണത്. അപ്പോൾ കുടിച്ച് ഡ്രഗടിച്ച് നടന്ന് ബോധമില്ലാണ്ട് ധൈര്യമില്ലാണ്ട് നടക്കണ രീതി, പരീക്ഷയിൽ പൊട്ടി ഡ്രഗടിച്ച് നടന്നു കുടിച്ച് നടന്നു, എനിക്ക് ചിന്തഭാരമുണ്ട്, ക്ഷീണമാണ്, മറവി വേണം, ആർട്ടിഫിഷ്യൽ മറവി വേണം, ബോധത്തോടെ ഇരിക്കുക, ബോധത്തോടെ പറയുക, കാര്യങ്ങൾ ചെയ്യുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിംസും ഹിന്ദുവിനും പറയിപ്പിച്ച് പറഞ്ഞ പരീക്ഷയിൽ പൊട്ടി 96 82 മാർക്ക് കിട്ടിയാലും കുടിച്ച് റകടിച്ച് നടക്കുന്നവരാണ്, ബോധമില്ലാണ്ട് ഛർദ്ദിച്ച് ഫ്രൈഡ് റൈസും കഴിച്ച് നടക്കുന്നവർ. ഇവിടെ 0 മാർക്ക് കിട്ടിയാലും വൃത്തിയുള്ള കാര്യങ്ങൾ, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്ത് നല്ല പുഷ്ടിയോടെ നടക്കാൻ സ്ട്രെങ്ത് ഇല്ലാത്തവരാണ്. ഹിജറ പോലെ ഭാര്യകൾക്ക് തലയ്ക്ക് സൂര്യാണ്ട് ഹിജറകൾ ആരാധിക്കണവർ കുടിച്ച് 3 ഷർട്ടിട്ട് നടക്കണ പോലെ ഹിജറകളും ധൈര്യം ഇല്ലാണ്ട് ബോധമില്ലാണ്ട് അവർ കഴുത്തിന് വെട്ടേറ്റാലും ചത്താലും അവർ ധൈര്യം ഇല്ലാണ്ട് ചാവണത് ധൈര്യം ഇല്ലാത്തവരാണ്. അതിന് ധൈര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കുക, ധൈര്യത്തോടെ ആരും നടക്കുന്നത്, അതനുസരിച്ച് ഉടനീളം കാര്യങ്ങൾ മനസ്സിലാക്കുക, പോവുക. അപ്പോൾ അതിനുള്ള സമാധാനപരമായും പീസ് ആൻഡ് ഹാർമോണി ഇസ് ജസ്റ്റ് എ മസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഒഴുക്കോടെ നല്ല രീതിയിൽ പറയണത്, പിന്നെ ഒരു ബോധത്തോടെ പറയുന്നത്, തികവോടെ ധൈര്യത്തോടെ പുഷ്ടിയോടെ നടക്കുന്നത്, ഒരു സംരക്ഷണം ചെയ്യുന്നതും ആരും പറയിപ്പിക്കാണ്ട് ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ ചെയ്യാം. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, ആരും പറയിപ്പിക്കാണ്ട് ചെയ്യുക, ശോഷിച്ച വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല, ശോഷിച്ച് കഴിക്കേണ്ട കാര്യമില്ല, കുടിച്ച് പ്രകടിച്ച് നടക്കാണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചിടുങ്ങളായാലും പുരുഷന്മാരായാലും എല്ലാം നാവിന് വളിവിട്ട നാവ് ആരും പറയിപ്പിച്ച് പറയാണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ടുള്ള മനസ്സിനെ അറിയുക, ബോഡിയെ അറിയുക, അത് എന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക, നല്ലതിന് വേണ്ടി ചെയ്യുക. ബോധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ബോധമില്ലാത്ത കാര്യങ്ങൾ നല്ലതിന് പറയേണ്ടത്, ബോധമില്ലാത്ത ശോഷിച്ച അവസ്ഥയിൽ മുഴുകി നടക്കരുത്.